ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം കർണാടകത്തിലേക്ക് എത്തിയപ്പോൾ അവരുടെ കൂടെ നിന്നത് HD ദേവഗൗഡയുടെ മക്കളായ രേവണ്ണയും അതുപോലെ തന്നെ പ്രജ്വൽ രേവണ്ണയൊക്കെ ആയിരുന്നു. ഇരുവരും ലൈംഗിക അതിക്രമ കേസിൽ ഉൾപ്പെടുകയും ചെയ്തു. അതായത് കർണാടകയിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഏപ്രിൽ 26 കഴിഞ്ഞപ്പോഴത്തേക്കും പ്രജ്വൽ പതുക്കെ രാജ്യം വിട്ടുപോകുന്നു. ഇപ്പോൾ പ്രജ്വലിനെ കിട്ടിയില്ല, പക്ഷേ രേവണ്ണയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് കർണാടകയിലെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം? ഓക്കെ, അപ്പം ഇന്ന് കർണാടകത്തിൽ ഏറ്റവും ഫേമസ് ആയ പേരുകളാണ് HD രേവണ്ണ, അതേപോലെ തന്നെ പ്രജ്വൽ രേവണ്ണ. ഓക്കെ, ഇവരെ പറ്റി പറയുന്നതിന് മുമ്പ് ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് 2 സെൻറ്റൻസ് ഞാൻ പറഞ്ഞേക്കാം. ദേവഗൗഡ എന്ന് പറയുന്ന പഴയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇവരുടെ കുടുംബനാഥൻ. കാരണം അവർ 1966 ഒരു ഹോച്ച് പോച്ച് ഗവൺമെൻറ്, ഒരു തട്ടിക്കൂട്ട് സർക്കാരിൻ്റെ തലവനായിട്ട് ദേവഗൗഡ കുറച്ച് നാൾ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്. മൂത്തയാളുടെ പേര് HD രേവണ്ണ എന്നാണ്. അദ്ദേഹം കുറച്ച് നാൾ അസംബ്ലിയിൽ മെമ്പറായിരുന്നിട്ടുണ്ട്, കുറച്ച് നാൾ മിനിസ്റ്റർ ആയിരുന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളാണ് മൂത്ത മകൻ HD രേവണ്ണ. ഇളയ മകൻ്റെ പേര് HD കുമാരസ്വാമി എന്നാണ്. അദ്ദേഹം 2 പ്രാവശ്യം ചീഫ് മിനിസ്റ്റർ ആയിരുന്നു കർണാടകയുടെ. അപ്പോൾ നമുക്ക് തൽക്കാലം പഴയ പ്രൈം മിനിസ്റ്ററേയും പഴയ ചീഫ് മിനിസ്റ്ററേയും അങ്ങ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇൻ ദി ഐ ഓഫ് ദി സ്റ്റോം എന്ന് പറയുന്ന അവസ്ഥയിലുള്ളവർ HD രേവണ്ണ, പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്നത് സിറ്റിംഗ് MP കൂടിയാണ്. അതെ. അപ്പോൾ അദ്ദേഹം ഹാസൻ എന്ന് പറയുന്ന മണ്ഡലത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പാർലമെൻറ്റിൽ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ 2 രേവണ്ണമാരിൽ അച്ഛൻ രേവണ്ണയുണ്ട്, മകൻ രേവണ്ണയുണ്ട്. അപ്പോൾ അച്ഛൻ രേവണ്ണനെ നമുക്കൊന്ന് നോക്കാം. HD രേവണ്ണ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം അസംബ്ലിയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്, മിനിസ്റ്റർ ആയിരുന്നിട്ടുണ്ട്. അസംബ്ലിയിൽ നല്ല അഭിപ്രായമാണ്, വീട്ടിൽ നല്ല അഭിപ്രായമാണ്. പക്ഷേ അദ്ദേഹത്തിനൊരു പ്രശ്നമുണ്ട്. ഭാര്യ വീട്ടിലില്ലാത്ത സമയത്ത് ഇദ്ദേഹം അവിടെയുള്ള വേലക്കാർ സ്ത്രീകളുണ്ട്, അവരുടെ നേരെ ചാടി വീഴും. അതായത് ഒരു ഫിലിമി ഒരു എക്സ്പ്രഷൻ കടമെടുക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഈ കരിമ്പിൻ തോട്ടത്തിൽ ആന കയറിയ പോലത്തെ ഒരു അവസ്ഥയാണ്. അദ്ദേഹത്തിന് യാതൊരു നിയന്ത്രണം ഉണ്ടാവില്ല. ഹി ഗോസ് ബെർസർക്ക്. അങ്ങനെ അവിടെ 4 വർഷം ജോലി ചെയ്തിരുന്നൊരു സ്ത്രീ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വീട്ടിൽ നിന്നും ജോലി അവസാനിപ്പിച്ചു പോയി. അതിനുശേഷം ഈ രേവണ്ണ ബന്ധത്തിൽപ്പെട്ടൊരു സ്ത്രീയെ വിലകയറ്റിയിട്ട് കൊണ്ടുവന്നു. അവരുടെ അടുത്തും ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റമൊക്കെ ഏകദേശം ഇതേപോലെയാണ്. അവസാനം അവരും നിർത്തിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഈ വേലക്കാർ പലരും പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇവരെ പറ്റി. പിന്നെ പാർട്ടിയിൽപ്പെട്ട ചില സ്ത്രീകൾ അവരും ഈ അതായത് രേവണ്ണ ഫാമിലിയെ പറ്റി കംപ്ലയിൻറ്റ്സ് പോലീസിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസുകാർ കാര്യമായിട്ട് ഇടപെടാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററുള്ള കൂട്ടർ, ചീഫ് മിനിസ്റ്ററുള്ള കൂട്ടർ, മിനിസ്റ്ററുള്ള കൂട്ടർ, ഇങ്ങനെ പല രീതിയിലും അവർക്ക് വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട്. അങ്ങനെ HD രേവണ്ണ തോന്നിയ പോലെയൊക്കെ അങ്ങ് നടക്കായിരുന്നു. ആരെയും പേടിയില്ല, ആരെയും കൂസാതെ നടക്കായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിൽ, പ്രജ്വൽ രേവണ്ണയുടെ പേരിൽ വലിയ ഒരു ഭൂകമ്പം പോലെ കർണാടകയിലുണ്ടായി. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ HD രേവണ്ണയ്ക്കൊരു ഭയം. ചിലപ്പോൾ പോലീസുകാരൊക്കെ ഇവിടെ അന്വേഷിച്ചു വരും. അപ്പോൾ വേലയ്ക്ക് നിന്നിരുന്ന പഴയ ആൾക്കാരെ കണ്ട് അവരെയും ചോദ്യം ചെയ്യും. അതുകൊണ്ട് നേരത്തെ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ വഴക്കുണ്ടാക്കിയിരിക്കുന്ന സ്ത്രീകളെ പതുക്കെ പോലീസിൻ്റെ ദൃഷ്ടിയിൽ പെടാതെ മാറ്റി നിർത്തുക. അപ്പോൾ അതിനൊരു സൂത്രം പ്രയോഗിച്ചു. ഈ രേവണ്ണ ഒരാളെ പഴയ വേലക്കാരത്തിയുടെ അടുത്തേക്ക് വിട്ടു. എന്നിട്ട് ഈ ചെന്ന ആൾ വേലക്കാരത്തിയോട് പറഞ്ഞു, രേവണ്ണയുടെ ഭാര്യയ്ക്കൊന്നും സംസാരിക്കണമെന്നുണ്ട്, എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതിനെന്താ, ഞാൻ വരാൻ സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറി. പക്ഷേ വണ്ടി പോയത് രേവണ്ണയുടെ വീട്ടിലേക്കല്ല, രേവണ്ണയുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഫാം ഹൗസ് അവിടെ ഉണ്ടായിരുന്നു. ആ ഫാം ഹൗസിലേക്കാണ് പോയത്. ആ വേലക്കാരത്തെ അവിടെ ഏൽപ്പിച്ചിട്ട് ഈ കൊണ്ടുപോയ ആൾ പറഞ്ഞു, ഇവരെ ഈ വീടിനകത്തിട്ട് പൂട്ടിയേക്ക്, ഇനി ഞങ്ങൾ പറഞ്ഞിട്ട് ഇവരെ തുറന്നു വിട്ടാൽ മതി, പുറം ലോകമായിട്ടൊരു കോണ്ടാക്റ്റ് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പ്രശ്നം പരിഹരിച്ചു എന്നാണ് രേവണ്ണ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ വേലക്കാരത്തിക്ക് ഒരു മകനുണ്ടായിരുന്നു, ഹു വാസ് 24 years old, 24 വയസ്സ് പ്രായമുള്ള ആളാണ്. അങ്ങനെ കാലത്ത് പോയപ്പോൾ അമ്മ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ വരുമ്പോൾ കാണാനില്ല, ആരോ കൂട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്, തട്ടിക്കൊണ്ടുപോയി എന്താണ്, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു. പോലീസ് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞപ്പോൾ രേവണ്ണയുടെ അടുത്ത് പോലീസ് വരും എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ രേവണ്ണ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ചു. കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാർ പോയിട്ട് ഫാം ഹൗസിൽ നിന്നും ഈ വേലക്കാരത്തെ മോചിപ്പിച്ചു കൊണ്ടുവന്നു. തട്ടിക്കൊണ്ടുപോയ പാർട്ടിനെ മോചിപ്പിച്ചു കൊണ്ടുവന്നു. അതേസമയം കോടതി ഈ അപേക്ഷ പരിഗണിച്ചിട്ട് അവരെടുത്ത തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കേണ്ടതെന്നാണ്, ഈ മുൻകൂർ ജാമ്യം കൊടുക്കേണ്ടതെന്നാണ്. ജാമ്യമില്ല എന്നറിഞ്ഞ പാടെ പോലീസുകാർ രേവണ്ണയെ പിടിക്കാനായിട്ട് പോയി. അപ്പോൾ അവർ പോയത് പഴയ പ്രൈം മിനിസ്റ്ററായിരുന്ന ദേവഗൗഡയുടെ വീട്ടിലേക്കാണ്. അവിടെയാണ് ഇപ്പോൾ ഇയാൾ നിന്നത്. അയാൾ അവിടെയാണ് കുറച്ചും കൂടി ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് അവിടെ പോയി നിന്നു. അങ്ങനെ പോലീസുകാർ കുറേ പേര് ഒരു ടീം അവിടെ പോയിട്ട് ഗേറ്റിൻ്റെ മുമ്പിൽ നിന്ന് 10-25 മിനിറ്റ് വായിലും നോക്കി അവർ നിന്നു. ഒരനക്കമില്ല. ഒരു രക്ഷയില്ലാതെ ആയി കഴിഞ്ഞപ്പോൾ ഒരു ഗേറ്റ് പൊളിക്കും എന്നുള്ള കണ്ടീഷൻ വന്നു.
ഗേറ്റ് പൊളിക്കും എന്നുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രേവണ്ണ ഓടി വന്നു. നിങ്ങളെന്തിനാ ഇവിടെയൊക്കെ നിൽക്കണേ, നമുക്ക് വീടിനകത്ത് ഇഷ്ടംപോലെ സൗകര്യമുണ്ട്, ഇവിടെ കയറിയിരിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കയറിയിരിക്കാൻ സൗകര്യമുള്ളിടത്ത് കയറിയിരിക്കാമെന്നും പറഞ്ഞ് അയാൾ അപ്പം തന്നെ വണ്ടി കയറ്റി അയാളെ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ രേവണ്ണ പോലീസ് കസ്റ്റഡിയിലായി. ഇനി നമുക്ക് മകൻ്റെ കാര്യം ഒന്ന് നോക്കാം. ഈ രേവണ്ണയുടെ മകൻ ഉണ്ട്, പ്രജ്വൽ രേവണ്ണ. അദ്ദേഹം 2019 ഹാസനിൽ നിന്നും MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യങ്ങസ്റ്റ് MP-മാരുടെ ലിസ്റ്റ് ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം 3ാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഹി വാസ് എലക്റ്റഡ് അറ്റ് എ വെരി യങ് ഏജ്. ഭയങ്കര ഭാവി ഉണ്ടെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. വളരെയധികം പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രതീക്ഷയും വെച്ചുകൊണ്ട് നാട്ടുകാരിയിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം വേറെയായിരുന്നു. ഇദ്ദേഹം ഏകദേശം 400ഓളം സ്ത്രീകൾ സെക്ഷൽ അസോൾട്ട് നടത്തിയിട്ടുണ്ട്. സെക്ഷൽ അസോൾട്ട് കൊണ്ട് മാത്രം ആയില്ല, അദ്ദേഹം ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് ഇതിൻ്റെ വീഡിയോസ് സൂക്ഷിക്കുമായിരുന്നു. അത് ഏകദേശം 3000 വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് സൂക്ഷിക്കും. എല്ലാം വളരെ അടുക്കും ചിട്ടയുമായിട്ട് എല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പെടുത്തി. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, കാർത്തിക് റെഡ്ഡി എന്നായിരുന്നു അങ്ങേരുടെ പേര്. ഈ കാർത്തിക് റെഡ്ഡിനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു, ഈ വീഡിയോ സംബന്ധമായത്. വിശ്വസ്തൻ. ഹി വാസ് എ ഫാക്ടോട്ടം എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു മാൻ ഫ്രൈഡേ എന്ന് പറയുന്ന പോലെ, എന്ത് പറഞ്ഞാലും കേൾക്കുക, എപ്പോൾ വിളിച്ചാലും ഒരു എന്തിനും തയ്യാറായിരുന്നു, വിശ്വസ്തനായിരുന്നു. അപ്പോൾ രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ തൃപ്തിയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന കാർത്തിക് റെഡ്ഡി എന്ന് പറയുന്ന ആൾ ബാംഗ്ലൂർ അല്പം സ്ഥലം വാങ്ങിച്ചു. സ്ഥലം വാങ്ങിച്ച് ആരോടും പറഞ്ഞില്ല. പക്ഷേ ഈ ഗൗഡമാർക്ക് അവരുടേതായ മെക്കാനിസം ഉണ്ട്. അവരിത് മണത്തറിഞ്ഞു ഇങ്ങനെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ഉടനെ ഈ കാർത്തിക് റെഡ്ഡിനെ വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് എവിടെ നിന്ന് അത്രയും പണം കിട്ടിയത്, ഈ സ്ഥലം നീ എങ്ങനെ വാങ്ങിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ എന്തോയൊക്കെ എക്സ്ക്യൂസസ് പറഞ്ഞു, പണ്ടുണ്ടായിരുന്ന പൈസയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പ്രജ്വൽ രേവണ്ണ പറഞ്ഞു, ഈ ഞഞ്ഞൊന്നും പറയണ്ട, ഈ പണം ഞങ്ങളുടെ പണമാണ്, അതുകൊണ്ട് നിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തെടുത്തിരിക്കുന്ന ഈ ഭൂമി ഞങ്ങളുടെ ഭൂമിയാണ്, കാരണം പണം ഞങ്ങളുടെയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, എത്രയും വേഗം ഇത് ഈ ആധാരം മാറ്റി എഴുതണം, ഞങ്ങളുടെ പേരിലേക്ക് ഈ ഭൂമി ട്രാൻസ്ഫർ ചെയ്തതായിട്ട് ആധാരം എഴുതണം, വേറെ ആധാരം എഴുതണം, ഇത് നിൻ്റെ ഭൂമിയല്ല ഞങ്ങളുടെ പണമാണ്, അതുകൊണ്ട് ഈ ഭൂമി ഞങ്ങളുടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ വലിയ വഴക്കൊന്നും ഉണ്ടാക്കാതെ പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നാലും അദ്ദേഹം ആലോചിച്ചു, ഞാൻ ഈ കഷ്ടപ്പെട്ട് ഭൂമി വാങ്ങിച്ചിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയണം. ഏതായാലും ഒരു ട്രാൻസ്ഫർ ചെയ്യാൻ നടത്തി കാണിച്ചു തരാം, ട്രാൻസ്ഫർ ഒന്ന് മാറ്റി പിടിക്കാം, നമുക്ക് കാണാം എന്നും പറഞ്ഞ് അങ്ങനെ പോയി, മനസ്സിൽ വിചാരിച്ചിട്ട് പോയി. പിറ്റേ ദിവസം ഈ പ്രജ്വൽ രേവണ്ണയുടെ ഓഫീസിലേക്ക് ഇദ്ദേഹം വന്നു. ഇദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഏതെല്ലാം വീഡിയോസ്, ഏതെല്ലാം എവിടെയൊക്കെയാണ്, എല്ലാം കൃത്യമായിട്ട് അറിയാം. അത് മുഴുവനും അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ പെൻ ഡ്രൈവിലേക്ക് മാറ്റി. അപ്പോൾ മുതലാളി ട്രാൻസ്ഫറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, ഇദ്ദേഹം ഒരു ട്രാൻസ്ഫർ ചെയ്തത് വേറെ ട്രാൻസ്ഫറാണ്, ഭൂമിയിലും വില കൂടിയ സാധനമാണ് ഈ ട്രാൻസ്ഫർ ചെയ്തത്. ഇതും കൊണ്ട് ഇദ്ദേഹം നേരെ പോയത് ദേവരാജ ഗൗഡ എന്ന് പറയുന്ന ആളുടെ അടുത്ത്. ദേവഗൗഡ അല്ല, ദേവരാജ ഗൗഡ എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റ്, ഒരു BJP ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നു. ഈ ദേവരാജ ഗൗഡ പല പ്രാവശ്യം ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട്. BJPക്ക് വേണ്ടിയിട്ടാണ് മത്സരിച്ചിരുന്നത്. അവർ മത്സരിച്ചത് ഗൗഡമാർക്കെതിരായിട്ടാണ്. എല്ലാ പ്രാവശ്യവും തോക്കം ചെയ്യുമായിരുന്നു, അതായിരുന്നു പതിവ്. അപ്പോൾ ഈ പ്രാവശ്യം എങ്ങനെയാലും ജയിക്കാമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു, ഏത് 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കഷ്ടകാലത്തിന് ഈ ഗൗഡമാരും BJPയുമായിട്ട് ഒരു ഇലക്ട്രൽ അലയൻസ് വന്നു. അപ്പോൾ 3 സീറ്റ് ഗൗഡമാർക്ക് കൊടുത്തു. അതിൽ ഒരു സീറ്റ് ഈ ദേവരാജ ഗൗഡയുടെ ആയിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞ ദേവരാജ ഗൗഡയ്ക്ക് ഇപ്പോൾ മത്സരിക്കാൻ വഴിയില്ല, മത്സരിച്ചാൽ ജയിക്കാമെന്നൊക്കെ അവർക്ക് പ്രതീക്ഷയുണ്ട്. അവിടേക്കാണ് ഈ NDA മുന്നണിക്ക് വേണ്ടിയിട്ട് അവർ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി. അപ്പോൾ ദേവരാജ ഗൗഡ പാപിയെല്ലാം നുടം പാതാളം എന്നിങ്ങനെ വിചാരിച്ച് നടക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഡ്രൈവർ കാർത്തിക് റെഡ്ഡി അവിടെ ചെന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പെൻ ഡ്രൈവ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ പെൻ ഡ്രൈവിൽ അമൂല്യമായ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇത് വേണമെങ്കിൽ എടുത്തോന്നും പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തത്. കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം എന്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ദേവരാജ ഗൗഡ അഡ്വക്കേറ്റ് എന്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ആകുന്നത്ര കോപ്പീസ് എടുത്ത് BJPക്കാർക്ക് കൊടുത്തു, JDSകാർക്ക് കൊടുത്തു, കോൺഗ്രസ്സുകാർക്കൊക്കെ ഇങ്ങനെ എല്ലാവർക്കും കോപ്പി എടുത്തു കൊടുത്തു. അപ്പോഴേക്കും ഇലക്ഷൻ്റെ ഫസ്റ്റ് ഫേസ് ആയി. ഫസ്റ്റ് ഫേസിലാണ് ഈ പ്രജ്വൽ രേവണ്ണ മത്സരിക്കുന്നത്. ഫസ്റ്റ് ഫേസിൽ ഇലക്ഷൻ നടന്നു, കൗണ്ടിങ് അതിൻ്റെ പോളിംഗ് ഒക്കെ കഴിഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരെ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയി. ആ എയർപോർട്ടിലേക്ക് പോയിട്ട് അദ്ദേഹം ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ച് ഈ ലുഫ്താൻസ എയർവേസിൽ കയറിയിട്ട് നേരെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോയി, ജർമ്മനിയിൽ. അപ്പോൾ അവിടെ അങ്ങനെ കറങ്ങി നടക്കുകയാണ് ആൾ. എവിടെയാണെന്ന് കൃത്യം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യം പോളിംഗ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനി അങ്ങേർക്ക് അതിനെപ്പറ്റി ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഭയപ്പെടാനുള്ളത് BJPക്കും
അതേപോലെ കുമാരസ്വാമിക്കൊക്കെയാണ്, HD കുമാരസ്വാമിക്ക്. അപ്പോൾ ആദ്യം അവരൊന്ന് പതറി. കാരണം ജനം ചോദിക്കാൻ തുടങ്ങി, നിങ്ങളെന്തേ കാണിക്കണേ? നിങ്ങൾ പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളിവിടെ റോഡ് ഷോ നടത്തി, മോഡി വന്ന് വലിയ കെങ്കേമമായിട്ട് ഇദ്ദേഹത്തെ പറ്റി പ്രസംഗിച്ചു, എന്നിട്ട് അവൻ കാണിക്കുന്ന പണി എന്താ? നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾ നാരീശക്തി എന്നൊക്കെ പറഞ്ഞ് നടക്കണേൽ എന്താ കഥയുള്ളതെന്നും പറഞ്ഞ് ഇവരെല്ലാവരും ബഹളം കൂട്ടാൻ തുടങ്ങി. ആദ്യം BJPയും കുമാരസ്വാമിയൊക്കെ ഒന്ന് പതറി. അത് കഴിഞ്ഞപ്പോൾ അവർ പ്ലേറ്റ് മാറ്റി വെച്ചു. ഈ നമ്മുടെ മോഡി പറഞ്ഞു, അങ്ങേർക്ക് കടീസ ജാദു എന്ന് പറഞ്ഞു. അതായത് മോസ്റ്റ് ഹാർഷ് പണിഷ്മെൻറ്റ് കൊടുക്കുക, കുറ്റവാളിയാണെങ്കിൽ ഒരു മയവും വേണ്ട, ഒന്നും ചിന്തിക്കേണ്ട, ലെറ്റ് ദി ലോ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്ന് പറഞ്ഞു. നിയമത്തിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ, അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും കർക്കശമായ ശിക്ഷ അദ്ദേഹത്തിന് കൊടുക്കാൻ പറഞ്ഞു മോഡി പറഞ്ഞു. അപ്പോൾ മോഡി അതിൽ നിന്ന് ഒഴിഞ്ഞു. പിന്നെ ഈ കുമാരസ്വാമി എന്ന് പറയുന്ന ആളുണ്ട്, അതായത് രേവണ്ണയുടെ അനുജൻ. അപ്പോൾ അങ്ങേര് പറഞ്ഞു, ഇത് വാസ്തവത്തിൽ ഇതിന് ഉത്തരവാദി കോൺഗ്രസ്സാണ്. കാരണം ഇയാൾ ഇത്രയും നാൾ കോൺഗ്രസ്സിലായിരുന്നു, ഇപ്പോഴാണ് BJPയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ കുറ്റങ്ങൾക്കൊക്കെ BJPന് കുഴപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അത് തന്നെയല്ല, ഈ കോൺഗ്രസ് ഗവൺമെൻറ് വലിയൊരു മിസ്റ്റേക്ക് നടത്തി. ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പിന്നെ അറസ്റ്റ് ചെയ്തില്ല? വേറൊരു കാര്യം, ഏകദേശം 300 കിലോമീറ്റർ വീട്ടിൽ നിന്നും ഡ്രൈവ് ചെയ്തിട്ടാണ് എയർപോർട്ടിലെത്തി. ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത പോലീസ് നിർത്തിയിരിക്കുകയായിരുന്നു. ഇത് മുഴുവനും ഇവിടുത്തെ ഈ കർണാടക പോലീസിൻ്റെ കുറ്റമാണ്. ഞങ്ങൾക്ക് സർക്കാരിൻ്റെ വീഴ്ചയാണ്. മാത്രവുമല്ല, കുമാരസ്വാമി പെട്ടെന്നൊരു എമർജൻസി മീറ്റിംഗ് നടത്തിയിട്ട് ഈ പറയുന്ന പ്രജ്വൽ രേവണ്ണനെ ഈ പാർട്ടിയുടെ പ്രൈമറി മെമ്പർഷിപ്പ് അല്ലെങ്കിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി, അങ്ങേരെ എടുത്ത് കളഞ്ഞു. അപ്പോൾ കുമാരസ്വാമി നോക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒന്ന് ചെയ്യുന്നത് ഒന്നിന് വളം എന്ന് പറഞ്ഞ പോലെ ഇവരെ ഈ പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ JDS ഇദ്ദേഹത്തിൻ്റെ സ്വന്തവും, എന്നിട്ട് BJPയുടെ കൂടെ കൂടിയാടി സന്തോഷമായിട്ട് നടക്കാം. ഇതാണ് അതെ. അപ്പോൾ കുമാരസ്വാമിക്ക് അവിടെ വിലസി നടക്കാം എന്നുള്ളതാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യം വന്നു. അപ്പോഴേക്കും വനിതാ കമ്മീഷനൊക്കെ ഇടപെട്ടു. അവർ ഗവൺമെൻറ്റിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ അവിടുത്തെ ചീഫ് മിനിസ്റ്ററിന് ഇരിക്കപ്രതിയില്ലാത്ത ഒരു അവസ്ഥ വന്നു. അദ്ദേഹം ഉടനെ ഒരു SIT ഫോം ചെയ്തു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഏതാണ്ട്. അവർ CBIനെ ബന്ധപ്പെട്ടു, CBIക്കാർ ഇൻ്റർപോളിനെ ബന്ധപ്പെട്ടു. ഇൻ്റർപോൾ ഈ പറയുന്ന പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഒരു ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എപ്പോഴെങ്കിലും പിടിക്കപ്പെടാം. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകെ അലമ്പാവുകയും ചെയ്യും. ഇനി അദ്ദേഹം ഒരുപക്ഷെ വിജയിച്ചേക്കാം. കാരണം അദ്ദേഹം മത്സരിക്കുന്ന ആ ദിവസം ഇത് മുഴുവനായിട്ടൊരു ന്യൂസ് പുറത്തു വന്നിട്ടില്ല. ഇദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാലും ഇദ്ദേഹത്തിന് ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റായിട്ടേ വരുള്ളൂ ലിസ്റ്റിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു. അതാണ് പ്രജ്വൽ രേവണ്ണയുടെ ഇപ്പോഴത്തെ അവസ്ഥ. എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാം. പിന്നെ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഈ കോയലീഷൻ ഗവൺമെൻറ് ആകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. പണ്ട് AK ആൻ്റണി ഉണ്ടായിരുന്നു, അതേപോലെ മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു. അവർ മര്യാദയായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് കനിമൊഴിയും രാജായും ഒക്കെ നിന്ന് രാവും പകലും കട്ടുകൊണ്ടിരുന്നു. ആ കളവിൻ്റെ മുഴുവനും ചീത്തപ്പേര് കോൺഗ്രസ്സിന് കിട്ടി. കോൺഗ്രസ് ഇപ്പോൾ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഈ സഖ്യകക്ഷി ശരിയല്ലെങ്കിലുള്ള പ്രശ്നം. അതിൻ്റെ കുഴപ്പം ഇപ്പോൾ BJP അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന് കാരണക്കാരായ HD രേവണ്ണ ഇപ്പോൾ ഓൾറെഡി ജയിലിലാണ്. ഇനി പ്രജ്വൽ രേവണ്ണയും ജയിലിലാകാൻ അധികം സമയമില്ല എന്ന് വേണം കണക്കാക്കാൻ. സാർ, ഇപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം പറയുന്നത്, ഇപ്പോൾ ഈ അന്വേഷണം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ അടുത്ത ആഴ്ചയോടുകൂടി കർണാടകയിലെ 3ാം ഘട്ട ഇലക്ഷനോട് തീരും. എന്ന് വെച്ചാൽ അവിടുത്തെ ദക്ഷിണേന്ത്യയിലെ ഏകദേശം തീരും. അപ്പോഴേക്കും ഇയാളൊരു 13-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് പ്രജ്വൽ തിരിച്ച് നാട്ടിലേക്ക് എത്തും എന്നൊരു സൂചന കിട്ടുന്നുണ്ട്. അങ്ങനെ എത്തിയാൽ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാവുമോ? പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. ഏതായാലും അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വരും. മാത്രമല്ല, ഇനിയിപ്പോൾ ഈ കുമാരസ്വാമി ഒരു കാരണവശാലും ഇയാളെ ഈ പാർട്ടിയിലേക്ക് അടുപ്പിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ചീത്തപ്പേരാണ്. അദ്ദേഹത്തിന് ഇതിന് ന്യായീകരണം പറഞ്ഞ് നടക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തെ അടുപ്പിക്കില്ല. അദ്ദേഹത്തിന് ഇനി വന്നു കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് MP ആയിട്ട് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഒരു പ്രധാനമന്ത്രി, ഒരു മുഖ്യമന്ത്രി, ഇതൊക്കെയുള്ളൊരു കുടുംബത്തിൽ ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധാരണ ജനങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനെയൊക്കെ ഒന്ന് ഉൾക്കൊള്ളുന്നത്? അധികാരം കയ്യിലുണ്ട് എന്തും കാണിക്കുമോ? അതെ, എന്തും കാണിക്കാം. അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡായിരുന്നത്. പിന്നെ അവരെപ്പോഴും ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇലക്ഷന് നിൽക്കും. ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞാൽ അവർ ജയിച്ചു. ഇനി അവരുടെ ആൾക്കാരൊക്കെ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരേതെങ്കിലും ഏറ്റവും ശക്തിയുള്ള ടീമിൻ്റെ കൂടെ കൂടിയിട്ട് അവരുടെ കൂടെ ഗവൺമെൻറ് ഫോം ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു വിൻ വിൻ സിറ്റുവേഷനാണ് ഈ ഗൗഡമാർക്ക്. വേറെ ആദർശങ്ങളും പ്രിൻസിപ്പിൾസ് ഒന്നുമില്ല, പോക്കറ്റ് നിറയ്ക്കുക എന്നുള്ളതായിരുന്നു. അത് നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്യുമായിരുന്നു. അത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമാരസ്വാമിക്ക് ചീത്തപ്പേര് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കഴിവതും ഈ പ്രജ്വൽ രേവണ്ണനെ അടുപ്പിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രമിക്കുള്ളൂ.
സാർ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 300 കിലോമീറ്ററോളം ദൂരം പോയി വേണമെങ്കിൽ ഈ പറയുന്ന സർക്കാരിന് അതിൻ്റെ മെഷീനറിയെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അന്ന് ഈ ഇതിൻ്റെ പെൻഡ്രൈവ് അത്രയും അങ്ങോട്ട് സർക്കുലേറ്റ് ചെയ്ത് വന്നിട്ടില്ല. ആൾക്കാർ പതുക്കെ അറിഞ്ഞു വരണുള്ളായിരുന്നു. അറിഞ്ഞു വരുന്നുള്ളായിരുന്നു. അത് കാരണം അത്ര കോഷ്യസ് ആയിരുന്നില്ല. പിന്നെ ഇയാൾ ഇത്ര വേഗം ഓടിപ്പോകുമെന്നും വിചാരിച്ചിരുന്നില്ല. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ട അപ്പോൾ പിടികൂടും. അത് തിരിച്ചു വരുമ്പോൾ എങ്ങനെയാലും തിരിച്ച് വരുമ്പോൾ പ്രശ്നമായിരിക്കും. ഈ പ്രജ്വൽ എന്ന് പറയുന്നത് സിറ്റിംഗ് MP എന്ന നിലയിലേ അയാൾ രക്ഷപ്പെട്ടത് ഈ ഗ്രീൻ ചാനൽ വഴി തന്നെയാണ് പോയതെന്നും പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ ഫോർമാലിറ്റീസ് ഒന്നും അധികം നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നേരിട്ട് കയറാം, പോകാം. ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങി അവിടെ നിന്ന് പല സ്ഥലങ്ങളിലും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും ഈ പറയുന്ന NDA സഖ്യത്തിൻ്റെ ഭാഗമായതോടുകൂടി BJPക്കാണ് ചീത്തപ്പേരുണ്ടായത്. BJPക്ക് അത് ചീത്തപ്പേരുണ്ടായിരുന്നു. പക്ഷേ BJPയും പറയുന്നതാണ് യു ഗിവ് ഹിം ദി ഹാർഷസ്റ്റ് പണിഷ്മെൻറ്റ്, കടി സജാദോ എന്നാണ് മോഡി പറയുന്നത്. അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ലെറ്റ് ദി ലോ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. അതിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല. നിങ്ങൾ എന്ത് ശിക്ഷ വേണമെങ്കിലും നൽകിക്കോ, ഞങ്ങൾക്കിതിൽ പങ്കില്ല. മാത്രമല്ല അധികം കാലം ഇദ്ദേഹം ഉണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ കൂടെയാണ്. കോൺഗ്രസ്സിന് ഇതിൽ പങ്കുണ്ടല്ലോ. ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ അടുത്ത് ഇപ്പോഴല്ലേ വന്നുള്ളൂ. ഇതിനു മുമ്പേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇതായിരുന്നു. പിന്നെ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അതാണ് BJPയുടെ സ്റ്റാൻഡ്. അതായത് തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇവരുമായിട്ടൊരു അലയൻസ് വന്ന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രേവണ്ണ അതുപോലെ തന്നെ പ്രജ്വലൊക്കെ പുറത്തായാൽ അതിൻ്റെ ഒരു ഗുണഫലം മറ്റേ അനുഭവിക്കാനും ശ്രമിക്കുന്നുണ്ടല്ലേ? അതെ, അദ്ദേഹത്തിന് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ചീഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിന് വളം എന്ന് പറഞ്ഞ പോലെ ഇവർ പോയി കഴിഞ്ഞാൽ ഈ HD രേവണ്ണയും പ്രജ്വൽ രേവണ്ണയും പുറത്തായി കഴിഞ്ഞാൽ പിന്നെ പാർട്ടി സ്വന്തം പോക്കറ്റിലായി. അപ്പോൾ BJP ആയിട്ട് കൂടിച്ചേരുക, BJP ആയിട്ട് അടുപ്പം ആയി കഴിയുമ്പോൾ വളരെ സന്തോഷമായിട്ട് അവിടെ ബലസ നടക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ കുമാരസ്വാമി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ ദേവഗൗഡയുടെ ഒരു പാരമ്പര്യം നിലനിർത്തുന്നത് ഇനി ഈ പറയുന്ന കുമാരസ്വാമി ആയിരിക്കും. എന്തായാലും ഇപ്പം നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് 13-ാം തീയതിക്ക് ശേഷം എന്തായാലും പ്രജ്വൽ നാട്ടിലേക്ക് തിരിച്ചെത്തുമായിരിക്കും. അതിനുശേഷം നിയമ നടപടികൾ ഉണ്ടാവുമായിരിക്കും. എന്തായാലും അതിനുശേഷം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.